മുള്ളാണ്ട് ഇടങ്ങാറ്റാണ് ഗുഹൻ്റെ അകത്ത്. ഇതാണ് ഗുഹ. പണ്ട് മുനിമാർ താമസിച്ച ഗുഹയാണ്. ഇതിൻ്റെ അകത്ത് ക്ലീനാക്കിയിട്ട് കയറി നോക്കണം. കേട്ടോ ഇവിടെ പോവാം. രണ്ട് അടുപ്പുണ്ട് കേട്ടോ. ഞാനുള്ള ഇവിടെ വന്നിട്ടാ. ഇല്ലല്ലോ, ഞാൻ സത്യം. നീ വേറെ ഇടും കണ്ടോ? നമ്മളന്ന് അങ്ങ് അപ്പം പോയി നോക്കിയില്ലേ? അത് എന്തോ പാച്ചക്കളിട്ടെ അതന്നെ ഇത്. നമ്മൾ പഴയ കാലത്തുള്ള മനുഷ്യർ താമസിക്കാൻ സാധ്യതയുള്ള ഗുഹയാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വിസ്താരം എത്രയാണെന്ന് ഇതിൻ്റെ അകത്ത് കയറിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. അപ്പോൾ ഇവിടുന്ന് എൻട്രൻസ് ഇതിലൂടെ കയറിയിട്ട് ഇവിടെ കാണിച്ചതാ. ഇതാണ് എൻട്രൻസ്. ഇവിടെ കാണുന്ന ഈ ഒരു എൻട്രൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്തൂട്ടിയാണ് കയറുക. എന്നിട്ട് നേരെ ഇതാ ഈ ഗുഹേൻ്റെ അകത്ത് ഒരു 3-4 ആൾക്ക് താമസിക്കാനുള്ള വിസ്താരം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വിസ്തൃതി. ഇതിൻ്റെ അകത്ത് താമസിക്കാൻ കഴിയാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചരിത്രപരമായ രീതിയിൽ നമ്മൾ സംരക്ഷിക്കേണ്ടുന്ന ഒരു സംഭവമായത്. ഇതിപ്പം കാട് മൂടി കിടക്കുന്നുള്ളത്. മലപ്പട്ടം പഞ്ചായത്തിലെ ചരിത്രപരമായ ഒരു അവശേഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഗുഹയെ പറയാൻ വേണ്ടി സാധിക്കും. വളരെ പ്രാകൃതമായ സമയത്ത് ആൾക്കാർ താമസിച്ചിട്ടുള്ള ഒരു ഗുഹയാണെന്ന് കണക്കാക്കാം. ഒരുപക്ഷെ മഹർഷിമാരോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ തന്നെ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് മൃഗങ്ങളിൽ നിന്നും ഈ പറയുന്ന മഴ, വെയിൽ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഗുഹയാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി പറ്റും. ഗുഹാ സംരക്ഷണത്തിനും ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളും ഇവിടെ അരങ്ങേറുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം.